morning and welcome back to Harp and Ball Morning Devotion. We are coming to a close of another week, and I pray that this weekend will be a blessing for us to connect with God, to hear from God, and especially tomorrow as we take time to worship the Lord together. I believe this weekend will be a great blessing in each one of our lives. Before we step into a time of worship, can we pray together that this day will be a blessing for each one of us? Father, we want to thank you for this beautiful morning, Lord, that we could wake up and look to you, Lord Father. We want to thank you, Father, for life in abundance, Lord Father. We choose to rejoice today, Lord Father, for your word says this is the day that the Lord has made, so we choose to rejoice, Lord Father. We commit the entire service in your mighty hands. We want to thank you for everyone who's watching us right now. We speak a blessing upon everyone who's going to watch this service later on. And pray, Father, Lord, that as we sit together and worship and intercede and listen from the word of God, Father, I pray you will enrich our spirits, Lord Father, to live a life that is worthy of the call, Father. We bless your name. In Jesus' name we pray. Amen. Let's sing together and worship the Lord, for he is good. Amen. This is the air I breathe. This is the air I breathe.
പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ദൈവമേ, ഇന്ന് രാവിലെ വീണ്ടും ഞങ്ങളുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഈ തന്ന അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ സഭയായി കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിലുള്ള സകല സഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ കർത്താവിൻ്റെ വരവ് വരെ ശുദ്ധിയോടും വേർപാടോടുകൂടെ ജീവിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം പറയുന്നു, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. കർത്താവേ, ഞങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പാൻ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയത്തോടും വിറയലോടും ഈ ജീവിതം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണേ കർത്താവേ. ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണല്ലോ. ഞങ്ങളെ തന്നെ അങ്ങ് വിലയ്ക്ക് വാങ്ങിയതാണല്ലോ. ഞങ്ങൾക്കുള്ളതല്ലല്ലോ. ഞങ്ങളുടെ നോട്ടത്തെയും വിചാരത്തെയും പ്രവൃത്തിയെയും പോക്കിനെയും വരവിനെയും എല്ലാം സ്വർഗത്തിലെ കർത്താവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പാപം ചെയ്ത് ഞങ്ങൾ ദൈവരാജ്യം നഷ്ടപ്പെടുവാൻ സമ്മതിക്കരുതേ കർത്താവേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധ പിതാവേ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ അവകാശമാക്കി തന്ന എൻ്റെ ദൈവത്തെ ഞങ്ങൾ ഭയത്തോടും വിറയലോടും സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ദൈവസഭയ്ക്ക് സഹായിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നവരായിട്ടല്ല, ഞങ്ങളൊരു നല്ല കർത്താവിൻ്റെ ഗുഡ് എക്സാമ്പിളായി നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നാട്ട് കർത്താവേ. ശത്രു നോക്കുന്ന പൈശാചികനോടി നടന്ന് ജനത്തെ വീഴ്ത്തുവാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ആത്മീയ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യവും കർത്താവേ, അത് ജീവനും ചൈതന്യം എരിവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ആ ദൈവവചനം ജനത്തിനുള്ളിലേക്ക് കാര്യം ചെയ്യട്ട് കർത്താവേ. ശത്രു നശിപ്പിച്ച് കളയാൻ, നഷ്ടപ്പെട്ട് കളയാൻ ഒരു വിശ്വാസിയെയും ദൈവം സമ്മതിക്കല്ലേ കർത്താവേ. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ജനത്തെ മൂടുവാൻ കരയുന്നു പിതാവേ. ഇന്ന് രാവിലെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. വിശ്വാസികൾ, പാസ്റ്റേഴ്സ്, അവരുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണേ. ഞങ്ങൾക്ക് വേണ്ടി അവർ ഇടിവി നിൽക്കുമ്പോൾ അവരുടെ സഭ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ദേശം വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിൽ സമാധാനം തരുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ജനങ്ങൾ കാണുവാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ദൈവത്തിന് എല്ലാ സ്തുതിയും ബഹുമാനം അർപ്പിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ നന്നായി നടത്തുന്ന, നമ്മളെ വിശ്വസ്തയോടെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് എല്ലാ ബഹുമാനവും അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുക്കുവാനായിട്ട് ചോയ്സസ് ഉള്ളത് ഇഷ്ടമാണല്ലേ. നമ്മളിപ്പം ഒരു ഡ്രസ്സ് മേടിക്കാൻ പോയാലും, അല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാലും, അല്ല നമ്മൾ എക്സാം എഴുതാൻ പോയാലും ചോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അനേക സ്ഥലങ്ങളിൽ അനേക തിരഞ്ഞെടുപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-20 നമുക്കിങ്ങനെ കാണാൻ സാധിക്കാം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീയും നിൻ്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുക്കാമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്യുന്നുണ്ട്. യഹോവ അരുളി ചെയ്യുകയാണ്, നിങ്ങളുടെ മുന്നിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുക്കുക. ക്രിസ്തീയ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ആശയമെന്ന് പറയുന്നത് ഒരു നിത്യമായ ജീവൻ നമുക്ക് വേണ്ടി യഹോവ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തു. അതിനേക്കാൾ ഉപരി എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നും കർത്താവ് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു മരണത്തിനപ്പുറമായൊരു ജീവിതത്തിലേക്കാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മളെ വിളിക്കുന്നത്. ആ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പൽക്കാലം കർത്താവിൽ വിശ്വസിക്കുക. എന്നാൽ തീർച്ചയായിട്ടും ആ നിത്യജീവന്, മരണത്തിനപ്പുറമുള്ള ഒരു നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആ തീരുമാനത്തിൽ എടുക്കുവാനായിട്ട് എല്ലാവരെയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി അതേപോലെ തന്നെ അനേക തിരഞ്ഞെടുപ്പുകൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങൾ കൂടി മാത്രം നിങ്ങളെ ഈ പൽക്കാലം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ലോത്ത് ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശം മുഴുവൻ നീരോട്ടമുള്ള പ്രദേശമെന്ന് കണ്ട് അങ്ങടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. യഹോവയുടെ വാക്ക് കേട്ട് ഇറങ്ങിയ അബ്രഹാമിനോടൊപ്പം യാത്ര ചെയ്ത ലോത്തും ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ട് രീതിയിൽ തിരിയുവാനായിട്ട് ആഗ്രഹിച്ചു. ലോത്ത് എന്നാൽ അബ്രഹാം പറഞ്ഞത് ഇതാണ്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, അല്ല നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് അബ്രഹാം അരുളി ചെയ്തു. ആ വാക്ക് കേട്ട് ലോത്ത് മുഴുവനൊന്ന് പരിശോധിച്ചു. എന്നാൽ യോർദാൻ അരികെയുള്ള പ്രദേശം മുഴുവൻ നീരോട്ടമുള്ള പ്രദേശമെന്ന് കണ്ട് തൻ്റെ ആടുമാടുകൾക്കും തൻ്റെ മൃഗസമ്പത്തിനും അതായിരിക്കും അനുകൂലമെന്ന് ചിന്തിച്ചിട്ട് അങ്ങടേക്ക് പോകാനായിട്ട് ലോത്ത് തീരുമാനിച്ചു. പക്ഷേ ലോത്ത് എങ്ങോട്ടാണോ പോയത് അതിന് ഓപ്പോസിറ്റ് വഴിയിലേക്ക് അബ്രഹാം നടന്നു നീങ്ങി. ഒരിക്കലും ഇവിടെ ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് ഭൗതികമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. നേരോട്ടുള്ള പ്രദേശം, അല്ലെ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശം, തൻ്റെ മൃഗസമ്പത്തിന് പ്രൊവിഷൻസ് കിട്ടുന്ന പ്രദേശം, അതായിരുന്നു ലോത്ത് തിരഞ്ഞെടുത്തതെങ്കിൽ അബ്രഹാം, നമുക്കറിയാം ഈ 13-18 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാം ഹെബ്രോനടുത്തുള്ള മമ്രയുടെ തോപ്പിൽ വന്നു. അവിടെ അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിതു. ഇതേ മക്കളെ, നമ്മുടേതായ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദൈവിക ആരാധനയുടെ സ്ഥലം തിരഞ്ഞെടുക്കുക. നമുക്ക് ഭൗതികമായ നമ്മുടെ കണ്ണിനെ കൺവിൻസ് ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരി നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കേണ്ടത് ദൈവികമായ ആരാധന എവിടെയുണ്ടോ, നമ്മൾ ചെല്ലുന്ന സ്ഥലം എവിടെയാണോ അവിടെ ദൈവികമായ ആരാധനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രദേശം. ഒരിക്കലും ഭൗതികമായ കണ്ണുകൾ കൊണ്ടല്ല തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് ആത്മീകമായി ദൈവിക ആരാധനയുടെ സ്ഥലം അബ്രഹാമിനെ പോലെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ലോത്തിൻ്റെ ജീവചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും ദൈവിക ആരാധനയുടെ സ്ഥലം നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഓർപ്പയും രൂത്തും രണ്ടുപേരും ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ മടങ്ങി നിങ്ങളുടെ നാട്ടിലേക്ക് പോവുക. രണ്ടുപേരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രണ്ടുപേരുടെയും അവസ്ഥ ഒരേപോലെയാണ്. രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, അമ്മാവിയപ്പൻ നഷ്ടപ്പെട്ടു. തങ്ങൾക്ക് പ്രതീക്ഷയായിരുന്ന നവോമി പറയുകയാണ്, നിങ്ങൾ മടങ്ങി നിങ്ങളുടെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് തരുവാൻ. അത് കേട്ട ഓർപ്പ് ചിന്തിച്ചു, തീർച്ചയായിട്ടും നവോമി പറഞ്ഞത് ശരിയാണ്, നവോമിയുടെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ ഭാവി ജീവിതം എങ്ങനെയാണെന്ന് ഓർപ്പയ്ക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നു, ഓർപ്പ നവോമിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക് പോയി. പക്ഷേ രൂത്തോ നവോമിയോട് ചേർന്ന് നിന്നു. എന്തേ രൂത്തെ അങ്ങനെ മാറി ചിന്തിക്കാൻ കാരണം? രൂത്തിനും ഒരേപോലുള്ള ആയിരുന്നു. പക്ഷേ രൂത്തിൻ്റെ ചിന്താഗതി മറിച്ചായിരുന്നു. രൂത്ത് പറയുന്നുണ്ട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ശൂന്യമായ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണുവാൻ രൂത്തിന് കണ്ണുണ്ടായിരുന്നു, ആ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവം ആ ദൈവത്തിൻ്റെ ശക്തി രൂത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നവോമിയോട് രൂത്ത് പറ്റിച്ചേർന്ന് നിന്നത്, നിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് രൂത്ത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ആ ബോസിൻ്റെ വയലിലേക്ക് രൂത്ത് ഓടിക്കയറിയത്. അതുകൊണ്ട് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് രൂത്ത് കയറിയത്. രൂത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ശൂന്യത നോക്കിക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നില്ല, മറിച്ച് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. പ്രിയ മക്കളെ, നമ്മുടേതായ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെതായ സാഹചര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുമുൻപിൽ നമുക്ക് ശൂന്യത മാത്രമുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. രൂത്ത് അങ്ങനെ തിരഞ്ഞെടുത്തു. രൂത്ത് മോവാബി സ്ത്രീയായ രൂത്ത്, ഒരിക്കലും ഇസ്രായേലിനോട് ബന്ധമില്ലാത്ത രൂത്ത് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്, ആ ബേദൽഹീമിലേക്ക് വന്ന് തിരഞ്ഞെടുക്കാൻ കാരണം യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് രൂത്തിനറിയാം. നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടേതായ ശൂന്യതകളെ നോക്കിയല്ല തിരഞ്ഞെടുക്കാൻ നമ്മൾ കടന്നു പോകേണ്ടത്, മറിച്ച് നമ്മുടേതായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ ആ ഭാഗം മാത്രം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അബ്രഹാം ദൈവിക ആരാധന സ്ഥലം തിരഞ്ഞെടുത്തു, രൂത്ത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. യോബിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുവാണെന്നുണ്ടെങ്കിൽ യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോബിൻ്റെ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക. രണ്ടുപേർക്കും ദൈവിക അനുഗ്രഹങ്ങൾ വന്നത് ഒരേപോലെ ആയിരുന്നു. രണ്ടുപേരുടെയും മക്കളും തങ്ങളുടെ മൃഗസമ്പത്തും എല്ലാം ഒരേപോലെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച രണ്ട് വ്യക്തികൾ. പക്ഷേ കഷ്ടതകൾ ഒന്നിന് പറയുക ഒന്നായിട്ട് വന്നപ്പോഴത്തേക്ക്, പ്രയാസങ്ങൾ ഒന്നിന് പറയുക ഒന്നായിട്ട് വന്നപ്പോഴത്തേക്ക് യോബിൻ്റെ ഭാര്യ പറയുകയാണ്, നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക, അതാണ് നിൻ്റെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് യോബിൻ്റെ ഭാര്യ പറഞ്ഞു. പക്ഷേ യോബ് അത് ചെയ്തില്ല. യോബ് ഒരിക്കലും അത് ചെയ്യില്ല. കാരണം യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-26 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു,
എന്നെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഈ എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ഞാൻ അവനെ തന്നെ കാണുമെന്നും ഞാൻ തന്നെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന് ഇയ്യോബിനൊരു ദൈവിക പ്രത്യാശയുണ്ടായിരുന്നു. പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ആലോചിക്കുന്ന കാര്യമാണ് ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് പിന്മാറിപ്പോകാം, ഈ ദൈവത്തെ വിട്ടുപിരിഞ്ഞു പോകാം. പക്ഷേ ഒരിക്കലും അങ്ങനെ അരുത്. ഈ ദേഹം മൊത്തം നമ്മുടെ ക്ഷയിച്ചാലും, ഈ ദേഹം മൊത്തം നമുക്ക് ഇല്ലാതായി തീർന്നാലും, നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം മടങ്ങി വാങ്ങിച്ചാലും ഒരു ദിവസം നമ്മുടെ ദേഹസഹിതനായി നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കാണുന്നൊരു ദിവസമുണ്ട്. അതാണ് ദൈവിക പ്രത്യാശ, അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തം. ഈ കാലമെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നൊരു ദിവസമുണ്ട്. പ്രിയ മക്കളെ, ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊന്നും കണ്ടില്ല, കഷ്ടത മാത്രമേ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തന്നെയും ഇയ്യോബിനെ പോലെ ദൈവിക പ്രത്യാശ തിരഞ്ഞെടുക്കുക, ദൈവത്തിലുള്ള പ്രത്യാശയുടെ സ്ഥലം മാത്രം തിരഞ്ഞെടുക്കുക. അബ്രഹാം ദൈവിക ആരാധന തിരഞ്ഞെടുത്തു, രൂത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു, ഇയ്യോബ് ദൈവത്തിൻ്റെ പ്രത്യാശ തിരഞ്ഞെടുത്തു. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും വരത്തില്ല, വേറെ ചോയ്സസും നമുക്ക് കിട്ടത്തില്ല. കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇസാക്ക് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, യാഗമൃഗം എവിടെ? അബ്രഹാം തിരിച്ച് വേദന നിറഞ്ഞ ഹൃദയത്തോടെ പറയുന്നുണ്ട്, യഹോവ കരുതിക്കൊള്ളും. പ്രിയ മക്കളെ, വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ നമുക്കൊരിക്കലും ഒരു ചോയ്സസ് ഉണ്ടാവത്തില്ല. വിശ്വാസത്തിൻ്റെ പരീക്ഷ യഹോവ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിളിച്ച ദൈവം നമുക്ക് വിശ്വാസത്തിൻ്റെ പരീക്ഷ നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേറെ ചോയ്സസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല, മറിച്ച് അതിൽ കൂടി കടന്നു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതേ വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ അബ്രഹാം നടന്നു പോയത് ഒരു കാര്യം മാത്രം അബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവ കരുതിക്കൊള്ളും. യഹോവ എപ്പോഴാണോ അത് കൽപ്പിച്ചത്, തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാനായിട്ട് അബ്രഹാമിനോട് കൽപ്പിച്ചത്, ആ സമയം മുതൽ ആ മോറിയ മല കയറുന്ന സമയം മുഴുവൻ അബ്രഹാമിനെ മുന്നോട്ട് നടത്തിയത് യഹോവയുടെ കരുതൽ കാണുമെന്നുള്ള വിശ്വാസമാണ്. ആ 3 ദിവസത്തെ വഴിദൂരം അബ്രഹാം നടന്നു, യഹോവയുടെ കരുതൽ എങ്ങും കണ്ടില്ല. ആ മോറിയ മല പതുക്കെ ആ മനുഷ്യൻ കയറുമ്പോഴും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് യഹോവയുടെ കരുതൽ കാണാമെന്നുള്ള വിശ്വാസമാണ്. യാഗപീഠം ഒരുക്കി, കണ്ടില്ല ദൈവത്തിൻ്റെ കരുതൽ. തൻ്റെ മകനെ അതിന്മേൽ കിടത്തി, കണ്ടില്ല ദൈവത്തിൻ്റെ കരുതൽ. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പരീക്ഷയുടെ ഏറ്റവും കാഠിന്യമേറിയ സമയത്ത് അബ്രഹാം ദൈവത്തിൻ്റെ കരുതൽ കണ്ടു, ദൈവത്തിൻ്റെതായ പ്രൊവിഷൻസ് അബ്രഹാം കണ്ടു. പ്രിയ മക്കളെ, കഷ്ടതയിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ല വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറെ ചോയ്സസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അതിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം യഹോവയുടെ കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയം തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെതായ പ്രൊവിഷൻസ് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നെ ഒന്ന് മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം മാത്രം മതി. പ്രിയ മക്കളെ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് ശിക്ഷാവിധിയായിട്ട് വേറെ ഒന്നുമായിരുന്നില്ല, യഹോവ കൽപ്പിച്ചത് മരണം മാത്രമായിരുന്നു. അതിലേക്ക് നടന്നു കയറിയ കർത്താവായ യേശു ക്രിസ്തുവിന് അതിൻ്റേതായ വേദന എത്രമാത്രമുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ ആ വേദന സഹിക്കാൻ വയ്യാതെ പ്രാണവേദനകളായ കർത്താവായ യേശു ക്രിസ്തു ആ ഗെത്സമന തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ. നമുക്ക് വേറൊന്നും തിരഞ്ഞെടുക്കാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവഹിതത്തിന് വേണ്ടി സമ്പൂർണ്ണമായി നമ്മൾ താഴ്ത്തി സമർപ്പിക്കുക. അങ്ങയുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതി എന്ന് പറയുക. ആ ദൈവഹിതത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കുകയാണെങ്കിൽ ഒരു ഉയർപ്പിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രിയ മക്കളെ, കാൽവരി ക്രൂശിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ നമുക്ക് വേറെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ആ കർത്താവിനെ മാത്രം തിരഞ്ഞെടുക്കുക, കർത്താവിനെ മാത്രം സ്നേഹിക്കുക, കർത്താവിനെ മാത്രം പിന്തുടരുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഈ സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം അപ്പോസ്തലനായ പൗലോസിൻ്റെ മൂടിൽ അത്രമാത്രം വലിയൊരു നിർബന്ധമുണ്ടായിരുന്നു. ക്രിസ്തു നിമിത്തം സകലതും അപ്പോസ്തലനായ പൗലോസ് ഛേദമെന്നെണ്ണി. കാരണം
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം അപ്പോസ്തലനായ പൗലോസിനെ മുന്നോട്ട് നയിച്ചു. അനേക തവണ അദ്ദേഹം ചങ്ങലയിൽപ്പെട്ടു, അനേക തവണ അടികൾ കൊണ്ടു, അനേക തവണ അദ്ദേഹം വളരെയധികം പീഡകൾ സഹിച്ചു. പക്ഷേ ഓരോ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്, മുന്നോട്ട് ഓടിച്ചത്, മുന്നോട്ട് പോയത് അപ്പോസ്തലനായ പൗലോസിൻ്റെ മുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു. അതേ നിർബന്ധം ഈ പാൽക്കാലം നമ്മുടെ ജീവിതത്തിലുമില്ലേ? വില്യം കെറിനെ ഇന്ത്യയിലേക്ക് നയിച്ചതും ഡേവിഡ് ലിവിങ്സ്റ്റനെ ആഫ്രിക്കയിലേക്ക് നയിച്ചതും അനേകം മിഷണറി വീരന്മാരെ കർത്താവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് നയിച്ചതും ഇന്ന് നയിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ്. അനേകർ ഈ മാർഗത്തിന് വേണ്ടി കത്തി അമർന്നത് ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. കാരണം അവരുടെ ആരുടെയും മുന്നിൽ വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല. അനേകർ മൃഗങ്ങൾക്ക് മുന്നിൽ എറിയപ്പെട്ടു കൊടുത്തു. അനേകർ നിന്ന് പന്തം കത്തുന്നത് പോലെ കത്തി. കാരണം അവരെല്ലാം ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങി. അതിനെ വിട്ടിട്ട് അവർക്ക് വേറെ ഒന്നും തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നില്ല. പ്രീതി മക്കളെ, അപ്പോസ്തലനായ പൗലോസിനോ അല്ലെങ്കിൽ മിഷണറി വീരന്മാർക്കോടെ മുകളിലുള്ള അതേ നിർബന്ധം നമ്മുടെ ഓരോരുത്തരുടെ മുകളിലുണ്ട്. അതേ നിർബന്ധം നമ്മളെയും ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് കേൾക്കുന്നുണ്ടോ? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന മനോഹരമായ ഗാനം നമുക്കറിയാം. ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ആ പാട്ടുകൾ എഴുതിയ വരികൾക്കിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കൊല്ലപ്പെടുകയുണ്ടായി. ഓരോരുത്തരും മരിച്ചു വീണപ്പോഴും ആ മനുഷ്യൻ പാടിയതാണ്, ക്രൂശ് മാത്രം മതി എനിക്ക്, ആ യേശുവിൻ്റെ പിന്നാലെ മാത്രം പോയാൽ മതി. കാരണം യേശുവിൻ്റെ സ്നേഹം അദ്ദേഹത്തെ അത്രമാത്രം നിർബന്ധിച്ചു. പ്രിയമക്കൾ, അതേ നിർബന്ധം ഈ പാൽക്കാലം നമ്മുടെ ജീവിതത്തിലുമില്ലേ? വലിയൊരു വിളിയിലേക്കല്ലേ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചത്. ആ നിർബന്ധം നമ്മുടെ മുകളിലും കിടക്കുന്നുണ്ട്. അബ്രഹാം ദൈവിക ആരാധനയുടെ സ്ഥലം തിരഞ്ഞെടുത്തു. രൂത്ത് ദൈവ സാന്നിധ്യം തിരഞ്ഞെടുത്തു. ഇയ്യോബ് ദൈവിക പ്രത്യാശയുടെ സ്ഥലം തിരഞ്ഞെടുത്തു. വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ അബ്രഹാമിന് വേറെ ചോയ്സൊന്നുമില്ലായിരുന്നു. പക്ഷേ അബ്രഹാം യഹോവ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് പോയി യഹോവയുടെ കരുതൽ കണ്ടു. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചു. പ്രിയമക്കളെ, നമ്മുടേതായ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് ഇതൊക്കെ ആയിരിക്കും തീർക്കട്ടെ. ഇത് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. നമ്മുടേതായ നിർബന്ധം, കർത്താവിൻ്റെ നിർബന്ധം നമ്മളെ നിർബന്ധിക്കുമ്പോൾ ആ നിർബന്ധത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ നല്ല പോർ പൊരുതു. ഇന്ന് ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടമുണ്ടായാൽ തന്നെയും അതെല്ലാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും മാത്രമേ നിത്യതയിൽ കാണത്തുള്ളൂ. ഈ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. പിന്നെ തിരികെ വരാത്തവരായി നമ്മൾ നിത്യതയിൽ മറയുമ്പോൾ നമ്മളിവിടെ ഓടിയതും അധ്വാനിച്ചതും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഒരുപാട് സമയം നമുക്കില്ല, സമയം വളരെ ചുരുക്കമാണ്. ഈ ജീവിതം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ ജീവിതത്തിൽ കൊണ്ട് ആ നിത്യതയിൽ അനേക കാര്യങ്ങൾ നമുക്ക് നേടണം. നമുക്ക് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ മുന്നിൽ വേറെ ഒരു ഓപ്ഷൻസും നമുക്കില്ല. അതിൻ്റെ പിന്നാലെ ഓടുക, അതിൻ്റെ പിന്നാലെ പോകുക, കർത്താവിനെ മാത്രം സ്നേഹിക്കുക, കർത്താവിനെ മാത്രം മറ്റുള്ളവരുടെ പങ്കുവെക്കുക. നിത്യതയിൽ അനേക കിരീടങ്ങൾ നമുക്ക് നേടുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതേ നിർബന്ധം പൗലോസിനെയും മിഷണറി വീരന്മാരെയും ആദിപിതാക്കന്മാരെയും നയിച്ച അതേ നിർബന്ധം ഇന്ന് നമ്മുടെ മുകളിൽ കിടക്കുന്നുണ്ട്. ആ നിർബന്ധത്തിന് വേണ്ടി ഓടുക. കാരണം കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God bless you all. Thank you. Hallelujah. As we close this service this morning, just want to speak a blessing upon each one of you who have taken time to watch and join with us in the service. Do not forget, tomorrow 9:30 we come together for our Sunday service. So I pray that it will be a great blessing for each one of us as we gather in our houses, just like the first century church used to do. Amen. And worship the Lord together in truth and spirit. Can we pray and close? Father, we thank you that we could
together spend some time, Lord, in worshiping and listening from the Word of God, interceding. Father, we want to thank you for every word that we heard this morning. I pray let it bring forth fruit in our lives, Lord Father. You bless this day, every activity of the day. We bless it, Lord Father. Every place that we go, people that we meet, means of transportation that we use, every food that we eat, water that we drink, Lord Father. We speak a blessing upon everything, Lord Father. We thank you, Father, for this new day. Bless your name in Jesus' precious name we pray. Amen. Thank you so much once again. Do not forget tomorrow 9:30, log in for our Sunday service.